മഞ്ചേരി ജനറൽ ആശുപത്രി പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് LDF നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് നഗരസഭാ കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞുവെങ്കിലും പോലീസിനെ തള്ളിമാറ്റി പ്രവർത്തകർ നഗരസഭാ ഓഫീസിലേക്ക് കയറുകയാണ്. ജംഷീർ കുടുങ്ങി വീണുമായി ജംഷീർ, ഈ ജനറൽ ആശുപത്രി നിർത്തലാക്കിയതാണോ? അത് ആരാണ് പുനഃസ്ഥാപിക്കേണ്ടത്? ഈ ജനറൽ ആശുപത്രി എന്നാണ് നിർത്തലാക്കിയത്? ആരാണ് പുനഃസ്ഥാപിക്കേണ്ടത്? മായി ബന്ധപ്പെട്ട് ഇപ്പോൾ മഞ്ചേരി തർക്കം നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഈ മഞ്ചേരി ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറി എന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട ഒരു കോപ്പി അവിടെ കാണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മഞ്ചേരി നഗരസഭ അധികൃതർ പറയുന്നത് അത്തരത്തിൽ ഔദ്യോഗികമായി തങ്ങൾക്ക് ഈ ജനറൽ ആശുപത്രി കൈമാറിയിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സർക്കാരാണ് എന്നുള്ളതാണ് നഗരസഭ പറയുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അത് തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളാണ് എന്ന് UDF-ഉം അതോടൊപ്പം തന്നെ നഗരസഭയും MLA അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം നമ്മൾ അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA-യുടെ പ്രതികരണം എടുത്തിരുന്നു. അപ്പൊ അദ്ദേഹവും അത്തരത്തിൽ മന്ത്രി തെറ്റിദ്ധാരണ രീതിയിലാണ് സംസാരിച്ചത്. അതായത് ഇത്തരത്തിൽ ഔദ്യോഗികമായിട്ട് ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറിയിട്ടില്ല, ഭരണ ചുമതല മാത്രമാണ് കൈമാറിയത്. എന്നാൽ നഗരസഭയ്ക്ക് ഈ ജനറൽ ആശുപത്രി കൈമാറി എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ളൊരു കാര്യമാണ് മന്ത്രി പറഞ്ഞത് എന്നും മാത്രമല്ല CPM അത് പിടിക്കുകയാണെന്നും പറഞ്ഞിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ CPM അതായത് നഗരസഭയ്ക്ക് കൈമാറിയ ജനറൽ ആശുപത്രി പുനഃസ്ഥാപിക്കാൻ നഗരസഭ നടപടി സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് ഇപ്പോൾ മഞ്ചേരി നഗരസഭയിൽ മാർച്ച് നടത്തുന്നത്. അതേസമയം നഗരസഭയും UDF-ഉം പറയുന്നത് ഇത്തരത്തിൽ ഒരു ഔദ്യോഗികമായിട്ട് ജനറൽ ആശുപത്രി ഇങ്ങോട്ടേക്ക്. ജംഷീർ, ഇതിനു മുമ്പ് ജനറൽ ആശുപത്രിയുടെ ഭരണ ചുമതല ആർക്കായിരുന്നു? ജില്ലാ പഞ്ചായത്തിനായിരുന്നോ? അതെ, തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്തിനായിരുന്നു. പിന്നീട് ഈ ജനറൽ ആശുപത്രിയിൽ തന്നെയാണ് മെഡിക്കൽ കോളേജ് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ അതും വലിയൊരു ആക്ഷേപമാണ്. അതായത് ഈ ജനറൽ ആശുപത്രിയുടെ മാത്രം സംവിധാനത്തിലാണ് ഇപ്പോൾ നിലവിലെ ഈ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. കേവലം ഒരു മെഡിക്കൽ കോളേജ് ബോർഡ് വെച്ചതിനപ്പുറത്തേക്ക് മെഡിക്കൽ കോളേജിന്റേതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെ ഇല്ല എന്നൊരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഈ താലൂക്ക് ആശുപത്രി ഇവിടെ നിന്ന് മാറ്റി അത് മെഡിക്കൽ കോളേജ് മാത്രമാക്കി നിലനിർത്തണമെന്ന ആവശ്യം ഉയരുന്നത്. ഇത് നേരത്തെ തന്നെ ഉയർന്നിരുന്ന ഒരു ചർച്ചയാണ്, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നതാണ് പല ഘട്ടങ്ങളിലും. ഇപ്പോൾ പുതിയതായി കഴിഞ്ഞ 12-ലെ മന്ത്രി ഇവിടെ, അതായത് ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജും ഒരേ സ്ഥലത്ത് പ്രവർത്തിക്കുന്നു. അപ്പൊ ജനറൽ ആശുപത്രി മാറ്റി സ്ഥാപിക്കണമെന്നാണോ LDF ആവശ്യപ്പെടുന്നത്? അതെ, അതായത് ഇപ്പോൾ നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും ഒരേ കെട്ടിടത്തിൽ ഒരേ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നില്ലെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ ഒരു പ്രവർത്തനം കൃത്യമായി നടത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അത് മാറ്റി സ്ഥാപിക്കണം, അതല്ലെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ UDF നഗരസഭ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് LDF മാർച്ച് നടത്തുന്നത്. എന്നാൽ ജനറൽ ആശുപത്രി മാറ്റി സ്ഥാപിക്കുന്നത് നഗരസഭയ്ക്ക് സാധ്യമാണോ? സംസ്ഥാന സർക്കാരിലെ തീരുമാനിക്കേണ്ടത്? തീർച്ചയായിട്ടും. പക്ഷേ ഈ നഗരസഭയ്ക്ക് സർക്കാർ ഇത് നഗരസഭയ്ക്ക് കൈമാറി, അതായത് ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2016-ൽ തന്നെ ഇത് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നഗരസഭ ഇടപെട്ടുകൊണ്ട് ഈ ജനറൽ ആശുപത്രിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യമാണ് LDF ഉന്നയിക്കുന്നത്. അതേസമയം UDF-ഉം നഗരസഭയും പറയുന്നത് അങ്ങനെ ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് സർക്കാർ ഔദ്യോഗികമായി കൈമാറിയിട്ടില്ല, അവിടെ ആശുപത്രിയുടെ ചുമതല സർക്കാരിന് തന്നെയാണ് എന്നുള്ളതാണ് UDF പറയുന്നത്. ഏതായാലും ഇതിനകത്ത് LDF നടത്തുന്ന മാർച്ച് നഗരസഭയ്ക്ക് നേരത്തെ കൈമാറിയതാണ്. അതുകൊണ്ട് തന്നെ ഈ താലൂക്ക് ആശുപത്രി ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കാൻ നഗരസഭ മുൻകൈ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ LDF മാർച്ച് നടത്തുന്നത്. എന്നാൽ അതിന്റെ ഔദ്യോഗികമായ ഒരു രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉയർത്തി കാണിക്കാൻ LDF തയ്യാറാകുന്നില്ല എന്ന കാര്യമാണ് UDF-ഉം അതോടൊപ്പം തന്നെ നഗരസഭയും പറയുന്നത്. മാത്രമല്ല
ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അഡ്വക്കേറ്റ് യുഎലെത്തി മഞ്ചേരിയിലെ MLA ആയിരുന്നു അദ്ദേഹത്തെ സംസാരിച്ചപ്പോൾ ഈ താലൂക്ക് ആശുപത്രി താനൂരിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി വി അബ്ദുറഹ്മാൻ സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നഗരസഭയ്ക്ക് കൈമാറിയ ഒരു താലൂക്ക് ആശുപത്രി ആണെങ്കിൽ നഗരസഭയോട് ശരി, എന്തായാലും ജനറൽ ആശുപത്രി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF നഗരസഭയ്ക്ക് നേരെയാണ് മാർച്ച് നടത്തുന്നത്.